കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോമ്പിനേഷൻ ഓഫ് ഗ്രേഡിയന്റ് ഡൈവേർജൻസ് കേൾ അവരുടെയൊക്കെ ചില തിയറംസ് പ്രൂഫ് ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വൺ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ഡെൽ ക്രോസ് എന്താണ് എഫക്റ്റർ പ്ലസ് del phi plus constant vector c vector. Del cross effector plus del phi plus c vector. ഇയാള് എന്താണെന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, കേൾ ആണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പോവുകയാണ്. ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ ഡെല്ലിനെ നമുക്ക് അകത്തേക്ക് എടുക്കാം. therefore del cross effector plus del cross del phi, that is curl of gradient phi, plus del cross c vector, constant vector. കഴിഞ്ഞു. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡെൽ ക്രോസ് എഫക്റ്റർ ഉണ്ട്, അയാൾ അവിടെ ഇരിക്കട്ടെ. ഡെൽ ക്രോസ് എഫക്റ്റർ ഉണ്ട്, പിന്നെ അതിനുശേഷം ഡെൽ ക്രോസ് ഡെൽ ഫൈ, അതായത് ഡെൽ സൈഡ് ചെയ്യാം, ഡെൽ ക്രോസ് ഡെൽ ഫൈ, അതായത് കേൾ ഓഫ് ഗ്രേഡിയന്റ് ഫൈ എന്നാണ്. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഫൈ കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനത്തിന് തൊട്ട് മുമ്പ് എഴുതിയതാണ്. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഫൈ ഇയാള് 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഫൈ 0 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പുള്ളിക്കാരൻ 0 ആണ്. പ്ലസ് ഡെൽ ഓഫ് എ കോൺസ്റ്റന്റ് വെക്ടർ. അത് സിംപ്ലി നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. കോൺസ്റ്റന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ C1i പ്ലസ് C2j പ്ലസ് C3k. ഈ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ വരുന്നതെല്ലാം കോൺസ്റ്റന്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് അയാളുടെ ഇതെടുക്കുമ്പോ ഡെൽ ക്രോസ് എന്ന് പറയുമ്പോൾ അയാളുടെ കേൾ എടുക്കുമ്പോ IJK ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. പിന്നെ കോൺസ്റ്റന്റ് ആയ C1 C2 C3. കോൺസ്റ്റന്റുകളെ നമ്മൾ എങ്ങനെ ഡെറിവേറ്റീവ് എടുത്താലും 0 ആണ്. അപ്പോ I into I ഇരിക്കുന്ന റോയും കോളം കഴിഞ്ഞു ഡോ ബൈ ഓഫ് C3 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് C2 0. അതുപോലെ എന്ത് കോമ്പിനേഷനിൽ നിങ്ങൾ കേൾ എടുത്താൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്താൽ 0 തന്നെ വരും. അതുകൊണ്ട് കേൾ ഓട്ടോമാറ്റിക്കലി 0 ആയി മാറും. കേൾ ഓഫ് എ കോൺസ്റ്റന്റ് 0 ആയി മാറും ഓട്ടോമാറ്റിക്കലി. അതുപോലെ ഡൈവേർജൻസ് ഓഫ് എ കോൺസ്റ്റന്റ് വെക്ടറും 0 ആയി മാറും. കാരണം ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ വേരിയബിൾസ് അല്ല, കോൺസ്റ്റന്റ് ആണുള്ളത്. അപ്പൊ എന്ത് ഡെറിവേറ്റീവ് എടുത്താലും അപ്പൊ തന്നെ അത് 0 ആയി മാറും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതും 0 ആണ്. അപ്പൊ ഫൈനൽ ആൻസർ ദാറ്റ് വിൽ ബി ഡെൽ ക്രോസ് എഫക്റ്റർ. ഇതിനിടയിലുള്ള ഒരു പ്രോബ്ലം പോലെ വന്നേക്കാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഡെൽ ക്രോസ് എ വെക്ടർ എഫക്റ്റർ പ്ലസ് ഡെൽ ഫൈ, അതായത് ഗ്രേഡിയന്റ് ഫൈ പ്ലസ് കോൺസ്റ്റന്റ് വെക്ടർ സി വെക്ടർ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് വൺ, ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഫൈ. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഫൈ. ഈ ഗ്രേഡിയന്റ് ഫൈ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. അതാണ് നിങ്ങളുടെ ഗ്രേഡിയന്റ്. ഇനി ഡൈവേർജൻസ്, ഇയാളുടെ ഡൈവേർജൻസ് എടുക്കണം. അതായത് ഐയുടെ കമ്പോണന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഐയുടെ കമ്പോണന്റ് ഇയാളാണ്. ഇയാളെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ്
ജെയുടെ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഇനി കെയുടെ കമ്പോണന്റിന്റെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ ഇസഡ് സ്ക്വയർ. ദിസ് ഇസ് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഫൈ. പ്രത്യേകിച്ച് ഫോർമുല കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ കിട്ടും. ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഫൈ എന്ന് പറഞ്ഞാൽ ഇത്രയോ സിംപിളി കണ്ടുപിടിക്കുക, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കണ്ടല്ലോ. ഇനി വേറൊരെണ്ണം, ഇതൊന്നും ഫോർമുല കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഗ്രേഡിയന്റ് ഡൈവേർജൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ്. ഇനി നേരത്തെ ചെയ്തതും ഫോർമുല കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ട വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സൈഡിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ തൊട്ട് മുമ്പേ ചെയ്തതായതുകൊണ്ട് മാത്രം ആ ഫോർമുല, ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിന് ഫോർമുല ഇവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഫോർമുല ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് തിങ്സിന് ഫോർമുല കാണാതെ പഠിക്കേണ്ടവർക്ക് ഫോർമുല കാണാതെ പഠിക്കാം, അല്ലാത്തവർക്ക് ഡിറൈവ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഭയങ്കര സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് അതൊക്കെ കിട്ടും. കാണാതെ പഠിക്കേണ്ട ഫോർമുലകൾ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയാണ്. ഇനി അടുത്ത് ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ. ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ നിങ്ങളുടെ ടെക്സ്റ്റില് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റില് ഈ എ വെക്ടർ എന്ന് പറയുന്നതാണ് എഫ് വെക്ടർ. എ വെക്ടർ എന്ന് പറയുന്നതാണ് എഫ് വെക്ടർ. ഇതില് കൺവെൻഷനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഉപയോഗിച്ച എഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ എ വെക്ടർ ആണ്. ഇതിൽ കൺവെൻഷനിൽ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെക്ടർ ഫീൽഡുകളെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടും കോൺസ്റ്റന്റ് വെക്ടറുകളെ സ്മോൾ ലെറ്റർ കൊണ്ടും ഡിനോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ് എന്നും പറഞ്ഞ് ഒരു ടെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്ക് അയാളുടെ ഡെഫിനിഷൻ കൊടുക്കാം, അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്, നമുക്ക് അതിൽ കൈകടത്താൻ പറ്റില്ല. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ റൈറ്റർ ഈ വേരിയബിൾ വെക്ടർ ആയിട്ട് എ വെക്ടർ നെയും, അതായത് നമ്മുടെ വെക്ടർ ഫീൽഡ് ആയിട്ട് എ വെക്ടർ നെയും, അതേസമയം കോൺസ്റ്റന്റ് ആയിട്ട് സി വെക്ടറിനെയാണ് കാണുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി പോവുക, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ എവിടെയൊക്കെ എ വെക്ടർ അല്ലെങ്കിൽ ബോൾഡ് ലെറ്ററിൽ എ കാണുന്നുണ്ടെങ്കിൽ, സ്മോൾ എ കാണുന്നുണ്ടെങ്കിൽ അത് വെക്ടറാണ്. അത് എന്താണ്, നിങ്ങൾ എഫ് വെക്ടർ ആയിട്ട് ഉപയോഗിച്ച ആളാണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു കെ, അയാളാണത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ചിലപ്പോൾ മിക്കവാറും അതായിരിക്കും വരുന്നത്. പക്ഷെ മാത്സുകാരാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, പക്ഷെ അവർക്കാർക്കും ഈ ഒരു നൊട്ടേഷൻ ദഹിക്കത്തില്ല. വാട്ടെവർ, അത് നോക്കിക്കൊള്ളുക. അപ്പൊ നമ്മള് ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് എ കാണുകയാണ്. അപ്പൊ ഗ്രേഡിയന്റ് ഓഫ് ഡൈവേർജൻസ് ഓഫ് എ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു വൈ, അതായത് ഇയാളുടെ എയുടെ ഐ കമ്പോണന്റ് എഫ് ആണല്ലോ, എഫ് ഓഫ് എക്സ് വൈ സെഡ്, അയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് എയുടെ സെക്കൻഡ് ജി ആണ്, അത് അയാളുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് മൂന്നാമത്തെ കമ്പോണന്റ് എച്ച് ആണ്, അപ്പോൾ ഡോ എച്ച് ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. ഡോ എച്ച് ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. സോറി ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. ഗ്രേഡിയന്റ് എടുക്കുമ്പോ ഡൈവേർജൻസ് എടുക്കുമ്പോൾ ഇത് വരില്ലല്ലോ, നമ്മുടെ വെക്ടർ വരില്ലല്ലോ, ഐ ജെ കെ വരില്ലല്ലോ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് കമ്പോണന്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് എഴുതി. എന്നിട്ട് ഇയാളുടെ ഗ്രേഡിയന്റ് വേണം എടുക്കാൻ. ഗ്രേഡിയന്റ് എടുക്കുക എന്ന് പറഞ്ഞാല് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്, ഡോ എച്ച് ബൈ ഡോ ഇസഡ് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്, ഡോ ബൈ ഡോ വൈ ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ് plus dou h by dou z into j plus dou by dou z of this one, that is dou f by dou x plus dou g by dou y plus dou h by dou z into k. Therefore derivative in അകത്തേക്ക് എടുക്കുമ്പോൾ
that will be dou square f by dou x square, dou square f by dou x square plus dou square g by dou x dou y plus dou square h by dou x dou z into I plus dou square f by dou y dou x plus dou square g by dou y square plus dou square h by dou y dou z into j. അകത്തേക്ക് ഡെറിവേറ്റീവ് എടുത്താണ്. അടുത്ത ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് ഡോ എക്സ് പ്ലസ് ഡോ സ്ക്വയർ ജി ബൈ ഡോ ഇസഡ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇൻടു കെ. സിമ്പിൾ പരിപാടി. എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെയൊക്കെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഫോർമുല നിങ്ങൾ തന്നെ എക്സ്പാൻഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. വളരെ സിമ്പിൾ ആണ്. Now, ഒരു ലാസ്റ്റ് ഫോർമുലയാണ്, ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ഫോർമുല കൂടെ പഠിക്കണം. ഒരു ഫോർമുല കൂടെ പഠിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു ഫോർമുല. ദാറ്റ് ഇസ് കേൾ ഓഫ് കേൾ എ വെക്ടർ. കേൾ ഓഫ് കേൾ എ വെക്ടർ. ഞാൻ എ എന്ന ടേം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു പരിചയം വരാനാണ് ടെക്സ്റ്റുമായിട്ട്. അതുകൊണ്ട് എ എന്ന് ഉപയോഗിക്കുകയാണ്. അത് എഫ് ആണ് യഥാർത്ഥം. which is equal to curl of vector ആണ്. അപ്പോൾ which is going to be curl a vector എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. curl a vector എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. that is ഞാൻ ആ ഫോർമുല തന്നെ അങ്ങ് എഴുതുകയാണ്. dou g by dou z minus dou h by dou y. Sorry. Wait a second. നോക്കട്ടെ. ഫോർമുല മറ്റേ ഡിറ്റർമിനന്റിൽ എഴുതി ഒറ്റയടിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നോക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോ that will be dou h by dou y minus dou g by dou z into I plus dou f by dou z minus dou h by dou x. Correct ആണ്. into j plus next one dou g by dou x minus dou f by dou y into k. അതാണ് കേളിന്റെ ഫോർമുല. ഞാൻ ഇവിടെ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ചെയ്യാൻ നിന്നില്ല. ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കാത്തത് അത് ഇച്ചിരി പശപ്പശകാകും എന്ന് തോന്നിയത് കൊണ്ടാണ്. വീണ്ടും എനിക്ക് അടുത്ത് വീണ്ടും ഒരു മെട്രിക്സ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് എഴുതി. ഫോർമുല കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. which is equal to, ഇനി എനിക്ക് കേൾ കണ്ടുപിടിക്കാൻ ഞാൻ ആ ഡിറ്റർമിനന്റ് ഉപയോഗിക്കുകയാണ്. I j k dou by dou x dou by dou y dou by dou z. ഇയാളുടെ ഐ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ dou h by dou y മൈനസ് dou g by dou z. ഇയാളുടെ ജെ കമ്പോണന്റ് dou f by dou z മൈനസ് dou h by dou x. ഇയാളുടെ കമ്പോണന്റ് dou g by dou x മൈനസ് dou f by dou y. ഇവിടെ എക്സ്പാൻഷൻ എഴുതാതെ മറ്റു തരവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. Therefore, this is equal to I into dou by dou y of this term. Dou by dou y of this term. That is dou square g by dou x square
dou square g by dou square g by dou square g by dou y dou x minus dou square f by dou y square minus ഇയാള് ഇങ്ങോട്ടേക്ക് പോണം. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ഇസഡ് ഡോ എക്സ് കഴിഞ്ഞു. ഇനി അടുത്ത ടേം മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടേം that is dou square g by dou x square minus dou square f by dou x dou y minus ഇയാളെ ഇൻറ്റു ഇയാള് dou square h by dou z dou y minus dou square g by dou z square കഴിഞ്ഞു. രണ്ടാമത്തെ ടേം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ടേം പ്ലസ് k ഇൻറ്റു dou by dou x of this one, that is dou square f by dou x dou z minus dou square h by dou x square minus ഇയാളെ ഇൻറ്റു ഇയാള് dou square h by dou y square minus dou square h by dou y square minus dou square g by dou z dou y dou square g by dou z dou y dou square g by dou y dou z dou y or whatever it is. Okay, done. തെറ്റുണ്ടെങ്കിൽ ഒന്ന് നോക്കി പറയണം. ശരി. അപ്പൊ ഇനി നമ്മൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുകയാണ്, വേറെ ഒന്നും ചെയ്യണ്ട. ഞാനിവിടെ സിംപ്ലിഫിക്കേഷൻ ഇപ്പുറത്ത് എഴുതുകയാണ്. ആരൊക്കെയോ ക്യാൻസൽ ആയി പോകും തോന്നുന്നു. എഫിന്റെ ടേം ക്യാൻസൽ ആവില്ല, എച്ചിന്റെ ടേം ആരും ക്യാൻസൽ ആവില്ല. എല്ലാവരും ജി എഫിന്റെ ടേം രണ്ടും വ്യത്യാസമുണ്ട്. അതേസമയം ക്യാൻസൽ ആവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ക്യാൻസൽ ആവില്ല. therefore I into just a second I into dou square g by wait a second ഇപ്പുറത്ത് എഴുതിയൊരു ടേം ഒന്ന് നോക്കോട്ടെ. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, സാരമില്ല. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഡോ സ്ക്വയർ ജി ബൈ ഡോ ബൈ ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ഇസഡ് ഡോ എക്സ് കഴിഞ്ഞു. ഇനി പ്ലസ് ജെ ഇൻറ്റു അപ്പോ മൈനസ് ഉള്ളതെല്ലാം പ്ലസ് എടുക്കണം. ഞാൻ അതുകൊണ്ടാണ് മൈനസ് പ്ലസ് എന്ന് ഇട്ടത്. അപ്പോ that will be dou square f by dou x dou y minus dou square g by dou x square plus dou square h by dou z dou y minus dou square g by dou z square കഴിഞ്ഞു. ഇനി അടുത്ത പ്ലസ് k ഇൻറ്റു dou square f by dou x dou z minus dou square h by dou x square minus dou square h by dou y square plus dou square g by dou z dou y. ഇത്രേ ഉള്ളൂ. ഡൺ. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. കേൾ ഓഫ് എ വെക്ടർ ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും നമ്മൾ അവിടെ ചെയ്തില്ല, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ഓക്കെ ശരി. ജസ്റ്റ് എ സെക്കൻഡ്.
ശരി, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഒരാളും കൂടെ ഉണ്ട്, ഒരാളും കൂടെ. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷോ ദാറ്റ് del dot del phi plus del psi is equal to 0. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് phi and psi are scalar function. സാധാരണ ഫംഗ്ഷൻ ആണ്, സ്കെയിലാർ ഫംഗ്ഷൻ ആണ് ഫൈയും psi. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്. അപ്പോ ഡൈവേർജൻസ് ഓഫ് ഇത്, സത്യം പറഞ്ഞാല് ഡെൽ ഡോട്ട് എന്ന് പറഞ്ഞത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് phi പ്ലസ് ഗ്രേഡിയന്റ് ഓഫ് psi എന്ന് പറയുന്നത് 0 എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ആ കാര്യം ചെയ്യാൻ പോവുകയാണ്, നമുക്കത് പ്രൂവ് ചെയ്യാം. ദാറ്റ് ഇസ് ഗ്രേഡിയന്റ് ഓഫ് phi എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഡോ phi ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ phi ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ phi ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. സിമിലർലി ഗ്രേഡിയന്റ് ഓഫ് psi എന്ന് പറയുന്നത് ഡോ psi ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ psi ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ psi ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. ഇതാണ് ആള്. ഇവ രണ്ടുപേരെയും നമുക്ക് സം ചെയ്യാം. ഗ്രേഡിയന്റ് ഓഫ് phi പ്ലസ് ഗ്രേഡിയന്റ് ഓഫ് psi. സം ചെയ്യുമ്പോൾ ഐ കമ്പോണന്റ് സം ചെയ്യുക, ജെ കമ്പോണന്റ് സം ചെയ്യുക, കെ കമ്പോണന്റ് സം ചെയ്യുക. ഡോ phi ബൈ ഡോ എക്സ് പ്ലസ് ഡോ psi ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ phi ബൈ ഡോ എക്സ്, ഡോ എക്സ് അല്ല, ഡോ വൈ പ്ലസ് ഡോ psi ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ phi ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ psi ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. അപ്പൊ ഗ്രേഡിയന്റ് ഓഫ് phi പ്ലസ് ഗ്രേഡിയന്റ് ഓഫ് psi കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് phi പ്ലസ് ഗ്രേഡിയന്റ് ഓഫ് psi. ഡൈവേർജൻസ് ആണ് നോക്കേണ്ടത്. അതായത് ഐ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പ്ലസ് ജെ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പ്ലസ് കെ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. മീൻസ് എനിക്കൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ഫൈൻ. ക്വസ്റ്റ്യനിലെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഡെൽ phi പ്ലസ് ഡെൽ psi അല്ല, ഡെൽ phi ക്രോസ് ആണ് കേട്ടോ. ഞാൻ എഴുതിയതിന്റെ മിസ്റ്റേക്ക് ആണ്, ക്രോസ് ആണ്. അപ്പൊ നമ്മൾ സം കണ്ടുപിടിച്ച വെറുതെ ആവും എന്നാണ് തോന്നുന്നത്. അതെ, സം കണ്ടുപിടിച്ച വെറുതെ ആവും. ക്രോസ് ആണ് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പൊ ക്രോസ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഒരു വെട്ടിയിടാം. ഇതല്ല മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, അടുത്ത പേജ്. ഓക്കെ, ക്രോസ് എടുക്കേണ്ടതിന് വരെ സം എടുത്തു വെച്ചു, അങ്ങനെയാണ് തെറ്റ് പറ്റിയത്. ഞാൻ അടുത്ത ക്രോസ് എടുക്കാം. ഗ്രേഡിയന്റ് ഓഫ് phi ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് psi. ഞാൻ നോക്കിയപ്പോൾ അത് വരത്തില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത് കേട്ടോ. ഗ്രേഡിയന്റ് ഓഫ് phi ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് psi. അപ്പോ രണ്ടുപേരുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഐ ജെ
കെ ഇയാളുടെ കമ്പോണൻസ് അതായത് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ ഇസഡ്. ഇനി ഇയാളുടെ കമ്പോണന്റ് ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ വൈ, ഡോ സൈ ബൈ ഡോ ഇസഡ്. സൂക്ഷിച്ച് ചെയ്യണം, ഫൈയും സൈയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ടാണ് വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഇവർ രണ്ടുപേരെയും മൾട്ടിപ്പിൾ ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ ഇസഡ് മൈനസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ്, ഡോ സൈ ബൈ ഡോ വൈ. ഇനി മൈനസ് ജെ ആണ്, ഞാൻ പ്ലസ് ജെ ഇടുകയാണ്, എന്നിട്ട് മാറ്റി എഴുതും. മൈനസ് ജെ ഇൻറ്റു ഇരിക്കുന്ന റോയും കൂടെ കളയുക, ഇയാളെ ഇൻറ്റു ഇയാള് മൈനസ് ഇയാളെ. അപ്പൊ ആദ്യം ഞാൻ ഇയാളെ എഴുതുന്നു, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ ഇസഡ്. ഞാൻ ഈ മൈനസിനെ പുറത്തേക്ക് ഇടാതെ അകത്തേക്ക് ഇട്ടതാണ്, അത്രേ ഉള്ളൂ. പ്ലസ് കെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ വൈ മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ എക്സ്. കഴിഞ്ഞു. അപ്പോ ഗ്രേഡിയന്റ് ഓഫ് എന്താണ് ഫൈ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് സൈ കിട്ടി, ഗ്രേഡിയന്റ് ഓഫ് ഫൈ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് സൈ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഡൈവേർജൻസ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് ഫൈ ക്രോസ് ഗ്രേഡിയന്റ് ഓഫ് സൈ. ഇതാണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇയാളുടെ ഐ കമ്പോണന്റ്, ദാറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ സൈ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ സൈ ബൈ ഡോ വൈ. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇയാളുടെ ജെ കമ്പോണന്റ്, ദാറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ്, ഡോ സൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ സൈ ബൈ ഡോ ഇസഡ്. ഇനി ഫൈനലി ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇയാളുടെ കെ കമ്പോണന്റ്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ, സോറി ഡോ സൈ ബൈ ഡോ എക്സ്. ഡൺ. ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു പർട്ടിക്കുലർ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ജസ്റ്റ് എ സെക്കൻഡ്. നമുക്കിവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമുക്കത് ചെയ്യാം. which is equal to dou by dou x of ഫസ്റ്റ് ആദ്യത്തെ ടേമിന്റെ ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ സൈ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ വൈ. ഇനി അടുത്ത പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് അകത്തേക്ക് എടുക്കണം, ഡോ ഫൈ ബൈ ഡോ ഇസഡ് into dou psi by dou x minus dou by dou y of dou phi by dou x into dou psi by dou z. And അടുത്ത dou by dou z അകത്തേക്ക് എടുക്കണം of dou phi by dou x into dou psi by dou y. ഇവിടെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും, അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ്. കഴിഞ്ഞു. ഇനി ഇയാളെ എക്സ്പാൻഡ് ചെയ്യാം.
എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടേം. അപ്പോ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡോ എക്സ് ഡോ വൈ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of second function dou x dou z. Similarly, proceeding similarly, dou square phi by dou x dou z into dou phi by dou y minus dou phi by dou z into dou square psi by dou x dou y. dou x dou y. ഇനി അടുത്ത ടേമിന് അതേപോലെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ സൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ എക്സ്. ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ into dou psi by dou z minus dou phi by dou x into dou square psi by dou y dou z. Finally, plus dou square phi by dou x dou z into dou psi by dou y plus dou phi by dou x into dou square psi by dou y dou z. അടുത്ത dou square phi by dou y dou z into dou psi by dou x minus dou phi by dou y into dou square psi by dou x dou z. എക്സ്പാൻഡ് ചെയ്തു. ഇനി ഒരേപോലെ ഇരിക്കുന്ന ടേമിനെയൊക്കെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ വൈ എവിടെയൊക്കെ വരുന്നുണ്ട്? ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ വൈ ഇൻറ്റു ഡോ ഫൈവ് ബൈ ഡോ ഇസഡ് ഇതേ കിടക്കുന്നു. നമുക്ക് അവർ രണ്ടുപേരെയും ക്യാൻസൽ ചെയ്യാം. പ്ലസും മൈനസും ഉണ്ട്. ഇനി ഡോ ഫൈവ് ബൈ ഡോ വൈ ഏത് ടേമിനുണ്ടെന്ന് നോക്കണം. ഡോ ഫൈവ് ബൈ ഡോ ഇതാ കിടക്കുന്നു. ഡോ ഫൈവ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ ഇസഡ്. കറക്റ്റ്. പ്ലസും മൈനസും ക്യാൻസൽ ചെയ്യാം. ഇനി ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് ആർക്കുണ്ടെന്ന് നോക്കാം. ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ ഇസഡ്, ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ എക്സ് ഡോ ഇസഡ് നടക്കുന്നു. കൂടെ ഡോ സൈ ബൈ ഡോ വൈ കറക്റ്റ് ആണ്, ക്യാൻസൽ ചെയ്യാം. ഇനി ഡോ ഫൈവ് ബൈ ഡോ ഇസഡ് ആർക്കുണ്ടെന്ന് നോക്കാം. അതേ കിടക്കുന്നു. ഡോ ഫൈവ് ബൈ ഡോ ഇസഡ് കൂടെ ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ എക്സ് ക്യാൻസൽ ചെയ്യാം. ഡോ സ്ക്വയർ ഫൈവ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ് അതേ കിടക്കുന്നു. ഡോ വൈ ഡോ ഇസഡ് കൂടെ ഡോ സൈ ബൈ ഡോ എക്സ് കറക്റ്റ് ആണ്, ക്യാൻസൽ ചെയ്യാം. മൈനസും പ്ലസും ആയിട്ടാണ്. പിന്നെ ഡോ ഫൈവ് ബൈ ഡോ എക്സ് അപ്പുറത്ത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ ഡോ ഇസഡ് മൈനസും പ്ലസ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എല്ലാം പോയി. വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കൊരു മിനിമം ബുദ്ധി ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. വളരെ സിമ്പിൾ ആണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പല പല പ്രോബ്ലംസ് പ്രൂഫിന് വേണ്ടിയിട്ട് വരും. നമുക്ക് ഇങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് അതൊരു 4 മാർക്കിന് ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ചെയ്തത്. 15 മാർക്കിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇങ്ങനെയുള്ള എക്സ്പാൻഷൻസ് വരാം. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻസ് പ്രൂവ് ചെയ്യാൻ വരാം. നമുക്ക് എന്താണ് ഗ്രേഡിയന്റ് എന്താണെന്ന്, ലാപ്ലേസ് എന്താണെന്നും അതേപോലെ ഡൈവേർജൻസ് എന്താണെന്നും കേൾ എന്താണെന്നും അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. അതായത് ഇപ്പോ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് 3 ഡയമെൻഷനിൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താണ് ഒരു ചൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ 3 ആക്സിസ് ആണുള്ളത്. അതായത് ഇപ്പോ 3 ഡയമെൻഷനിൽ വരുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിന് മുൻപിലേക്ക്, വൈ ആക്സിസിന് ഈ സൈഡിലേക്ക്, ഇസഡ് ആക്സിസിന്
മുകളിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പൊ അതൊന്ന് ആ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോ എങ്ങനെ വേണോ വരയ്ക്കാം, ഇല്ല എന്നല്ല, പക്ഷെ എങ്കിലും ഈ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കും. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇതാണ്, അതുകൊണ്ടാണ്. അപ്പോ എക്സ് വൈ സെഡ് 3 കോർഡിനേറ്റ് കിട്ടി. അപ്പോ നമ്മള് ഇവിടെ ഒരു സ്പേസിൽ ഒരു പോയിന്റ് ഉണ്ട്, സേ എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട്. നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് നമ്മൾ എക്സ് ആക്സിസിൽ നിന്ന് എക്സ് നോട്ട് ഡിസ്റ്റൻസ് മുമ്പിലേക്ക് പോകും. എക്സ് ആക്സിസിൽ നിന്ന് എക്സ് നോട്ട് ഡിസ്റ്റൻസ് മുൻപിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വൈ നോട്ട് ഡിസ്റ്റൻസ് നമ്മൾ സഞ്ചരിക്കും. ഇതാണ് വൈ നോട്ട്. അപ്പോ എക്സിൽ നിന്ന് ഇവിടത്തെ എക്സ് ആക്സിസ് എന്താണോ അതിന് പാരലൽ ആയിട്ടുള്ള എക്സ് നോട്ട് ഡിസ്റ്റൻസ് നമ്മൾ സഞ്ചരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വൈ നോട്ട് ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇസഡ് നോട്ട് ഡിസ്റ്റൻസ് നമ്മൾ സഞ്ചരിക്കും. ഇവിടെ നിന്നുകൊണ്ട് ഇസഡ് ആക്സിസിന് വരച്ച് വെക്കേണ്ട ആദ്യം. നമ്മൾ വരയ്ക്കുന്നത് പോലെ ആയിരിക്കില്ല അവസാനം നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഇവിടെ ഇസഡ് ആക്സിസിന് പാരലായി ഇസഡ് നോട്ട് ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ഇസഡ് നോട്ട്, ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ഇസഡ് നോട്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്കുലർ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത്. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന ഈ ഒരു പാർട്ടിക്കുലർ പോയിന്റിനെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അതായത് നമ്മളൊരു റെക്റ്റാങ്കിൾ പോലെ മൂവ് ചെയ്യുകയാണ്. റെക്റ്റാങ്കിൾ പോലെ, അതായത് ഒറിജിനിൽ നിന്ന് എക്സ് നോട്ട് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് വൈ നോട്ട് ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇസഡ് നോട്ട് ഡിസ്റ്റൻസ് മുകളിലേക്ക് പോകുന്നു. അതായത് ഒരു റെക്റ്റാങ്കുലർ ഫോർമാറ്റിൽ നമ്മൾ മൂവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുകയാണ്? പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. സോ ദിസ് ഇസ് കോൾഡ് എ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. കണ്ടല്ലോ, സിലിണ്ടറിക്കൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഇതാണ് നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള രീതി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐ എന്നും ജെ എന്നും കെ എന്നും പറഞ്ഞ് 3 വെക്ടറുകളെ, അതായത് യൂണിറ്റ് വെക്ടറുകളെ നമ്മൾ ഡിസൈഡ് ചെയ്യാണ്. എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ഐ, വൈ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് ജെ, കെ ആക്സിസിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കെ. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് നോട്ട് ഇൻറ്റു യൂണിറ്റ് വെക്ടർ ഐ. അതായത് നിങ്ങൾ എക്സ് നോട്ട് ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യണം. എന്നിട്ട് വൈ നോട്ട് ഡിസ്റ്റൻസ് വൈ ആക്സിസിൽ ട്രാവൽ ചെയ്യണം. ഇസഡ് നോട്ട് ഡിസ്റ്റൻസ് ഇസഡ് ആക്സിസിൽ ട്രാവൽ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും വെക്ടർ എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് ഇസഡ് നോട്ട് കെ. ഇതാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ കൺവെൻഷനലായിട്ട് പഠിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഇയാളാണ്. പക്ഷേ വി ആർ അറ്റംപ്റ്റിംഗ് ടു ഗോ ഫോർ എ സർട്ടൻ പോയിന്റ് ഇൻ അനദർ വേ. മറ്റൊരു രീതിയിൽ ഒരു പോയിന്റിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. 3 ഡയമെൻഷനുള്ള ഒരു പോയിന്റിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ പഴയ ആക്സിസ് തന്നെ വരയ്ക്കുകയാണ്. എക്സ് വൈ സെഡ് ആക്സിസ് വരയ്ക്കുകയാണ്. എക്സ് വൈ സെഡ്. നമുക്ക് എത്തേണ്ട പോയിന്റ് ഈ പുള്ളിക്കാരനാണ്. എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. ഞാൻ ചിലപ്പോൾ മാറ്റി വരയ്ക്കും, കാരണം ഫിഗർ ഒന്ന് കൃത്യമാവാൻ വേണ്ടി മാറ്റി വരയ്ക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അത് എത്രയാണെന്ന് നമുക്കറിയില്ല, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അത് സേ ഒരു ആർ ഡിസ്റ്റൻസ് ഈ എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ പ്ലെയിൻ ഉണ്ടല്ലോ, താഴെ കിടക്കുന്ന എക്സ് വൈ പ്ലെയിൻ, ഈ എക്സ് വൈ പ്ലെയിനില് ഇങ്ങനെ ഒരു സർക്കിളിന്റെ രൂപത്തിൽ, ഇത്രയും റേഡിയസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഒരു സർക്കിളിന്റെ രൂപത്തിൽ ഇയാൾ ഇവിടെ ഒന്ന് ട്രാവൽ ചെയ്യും. സർക്കിളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ ട്രാവൽ ചെയ്യാം. അപ്പൊ ഞാൻ സർക്കിളിന്റെ രൂപത്തിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു.
സർക്കിളിന്റെ രൂപത്തിൽ ട്രാവൽ ചെയ്യാം. എവിടെ? എക്സ് വൈ പ്ലെയിനിൽ ട്രാവൽ ചെയ്യാം. എക്സ് വൈ പ്ലെയിനിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ Z0 ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയി. Z0 ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയി. Z0 ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയി. ഞാനൊരു പർട്ടിക്കുലർ പോയിന്റ് X0 Y0 Z0 എത്താനാണ് ശ്രമിച്ചത്. എങ്ങനെയാണ് ചെയ്തത് നോക്കുക. ഈ X0 Y0 Z0 എന്താണ്? X0 Y0 Z0 എത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സ് ആക്സിസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റേഡിയസ് എടുത്തു. എന്നിട്ട് ആ റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു സച്ച് ദാറ്റ് ആ X0 Y0 Z0 എന്ന പോയിന്റിന്റെ താഴെ ആ സർക്കിളിലെ ഒരു പോയിന്റ് എത്തണം. ആ രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് എടുത്തു സച്ച് ദാറ്റ് ആ സർക്കിൾ മൊത്തത്തിൽ വരയ്ക്കുമ്പോൾ അയാളുടെ ഒരു പോയിന്റ്, ഇയാളുടെ ഈ ഇരിക്കുന്ന പോയിന്റിന്റെ ആ ഒരു നിഴല് ആ സർക്കിളിൽ വീഴണം. എന്നിട്ട് അവിടെ നിന്ന് Z ഡിസ്റ്റൻസ് പൊക്കം എത്രയാണോ അത്രയും ദൂരം ട്രാവൽ ചെയ്തു. അതായത് ഇതൊരു സർക്കിൾ താഴെയുണ്ട്. അപ്പോ അയാളുടെ ഒരു ഷാഡോ പോലെ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അതായത് ഒരു സിലിണ്ടർ പോലെ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പില് ഞാൻ ട്രാവൽ ചെയ്ത് എന്റെ ഡിസൈർഡ് പോയിന്റിൽ എത്തുക. സിലിണ്ടറിക്കൽ ഷേപ്പിൽ ട്രാവൽ ചെയ്ത് എന്റെ ഡിസൈർഡ് പോയിന്റിൽ എത്തുക. അത് എന്ത് ചെയ്തു എന്ന് നോക്കൂ. ഒന്നുകൂടെ പറയാം. എക്സ് ആക്സിസിൽ ഒരു ഡിസൈർഡ് റേഡിയസ് ഞാൻ മുമ്പിലേക്ക് വന്നു. അതിനുശേഷം അവിടെ നിന്നൊരു സർക്കിൾ പോലെ എനിക്ക് ട്രാവൽ ചെയ്യാം. സച്ച് ദാറ്റ് ആ X0 എനിക്ക് പോയിന്റ് X0 Y0 Z0 എന്ന പോയിന്റിന്റെ തൊട്ട് താഴെ എത്തുന്ന രീതിയിൽ ഞാൻ ആ സർക്കിളിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ ഒരു സർക്കിൾ പോലെ ജസ്റ്റ് ട്രാവൽ ചെയ്താൽ മതി. കൃത്യം താഴെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കും. ഇവിടെയാണ് പോയിന്റ് എങ്കിലോ എവിടെയാണെങ്കിലും നമ്മൾ തൊട്ട് താഴെ എത്തിയിരിക്കും. അതിനുശേഷം അതിലേക്കൊന്ന് ഉയർന്നു പോവുക, മുകളിലേക്ക് പോവുക. അപ്പോഴേക്കും നിങ്ങൾ X0 Y0 Z0 എന്ന പോയിന്റിലേക്ക് എത്തും. സോ ദിസ് is a mechanism of a cylindrical coordinate system. അതായത് ഒരു സിലിണ്ടർ ഷേപ്പിനെ ഫോളോ ചെയ്ത് നമ്മുടെ ഡിസൈർഡ് പോയിന്റിന്റെ 3 ഡയമെൻഷൻ സ്പേസിലേക്ക് നമ്മൾ എത്തുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ ഒരു റെക്ടാംഗിൾ പോലെ ട്രാവൽ ചെയ്ത് നമ്മൾ ഡിസൈർഡ് പോയിന്റിലേക്ക് എത്തുന്നു. ദിസ് ഇസ് റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം. കഴിഞ്ഞു. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ്. ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എത്തുമ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് എഴുതിയൊന്നും വേണ്ട, മനസ്സിലാക്കിയാൽ മാത്രം മതി. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എത്തുമ്പോൾ ചില മാറ്റങ്ങൾ വരും. എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും ചില മാറ്റങ്ങൾ വരും. ഓക്കെ, ഞാൻ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങളോട് എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യാൻ പറഞ്ഞില്ലേ? എക്സ് ആക്സിസില് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നിങ്ങളോട് ട്രാവൽ ചെയ്യാൻ പറഞ്ഞില്ലേ? ആ ഡിസ്റ്റൻസ് ആണ് റോ. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഒരു സർക്കിളിനെ പോലെ ഒന്ന് ചുറ്റി വരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്രയോ ആംഗിൾ ചുറ്റി വരേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഇത്രയും ആംഗിൾ ചുറ്റിയപ്പോ, അതായത് ഇവിടെ നിന്ന് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോ കൃത്യം ആ പോയിന്റിന്റെ താഴെ എത്തി. ആ ഒരു പർട്ടിക്കുലർ ആംഗിളിനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നാണ്. ആ ആംഗിൾ ഫൈ. ഓക്കെ, തീറ്റ റേഡിയസ്, തീറ്റ അല്ല, എന്താണ്, ഒരു റോ റേഡിയസ് എടുത്തു. എന്നിട്ട് അവിടെ നിന്നൊരു സർക്കിളിനെ പോലെ സഞ്ചരിക്കണം. ഫുൾ സർക്കിൾ പോണ്ട എങ്കിലും ഒരു കഷ്ണം അങ്ങ് സഞ്ചരിക്കുമ്പോൾ ഫൈ എന്ന ആംഗിൾ സഞ്ചരിക്കും. നേരെ നമുക്ക് വേണ്ട പോയിന്റിന്റെ നേരെ താഴെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് പൊക്കാം. അതായത് ഈ ഒരു മുകളിലേക്ക് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ എന്തായിരുന്നോ അതുപോലെ തന്നെയാണ്. നേരെ താഴെ എത്തിയതിനു ശേഷം മുകളിലേക്ക് പോവുക. X0 Y0 വെച്ചിട്ട് നേരെ താഴെ എത്തിയതിനു ശേഷം മുകളിലേക്ക് പോവുക. അങ്ങനെ ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അപ്പോ ഇത് സത്യം പറഞ്ഞാൽ വേറെ ആരുമല്ല, ഇസഡ് തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന 3 വേരിയബിൾ ആണ് റോ, ഓക്കെ, റോ, പിന്നെ ഫൈ, പിന്നെ ഇസഡ്. 3 വേരിയബിൾ ആണ് ഉള്ളത്. അപ്പോ അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു കോസ് ഫൈ ആയി മാറും.
y ആക്സിസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു സൈൻ ഫൈ ആയിട്ട് മാറും. ഇസഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു മാറ്റവും ഇല്ല, പഴയ ഇസഡ് എന്താണോ അത് തന്നെ. ആക്സിസുകൾക്ക് വന്ന മാറ്റമാണ്, ആക്സിസുകൾക്ക് വന്ന മാറ്റമാണ്. റോ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് റോ കോസ് ഫൈ, y എന്ന് പറയുന്നത് റോ സൈൻ ഫൈ. ഇസഡിന് മാറ്റമില്ല, അയാൾ ഇസഡ് തന്നെയാണ്, അത് അതേപോലെ നിൽക്കും. അതിനുശേഷം ഇവിടെ റോ എന്ന് പറയുന്നത് ഒരു റേഡിയസ് ആണ്, അയാൾ നെഗറ്റീവ് ആവത്തില്ല. റോ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അയാൾ നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഫൈ ഒരു സർക്കിളിന്റെ രൂപത്തിൽ സഞ്ചരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതായത് സർക്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ഫൈ എന്ന് പറയുന്ന സർക്കിളിന്റെ ആംഗിൾ ആണ്. അപ്പൊ അത് 0 ഡിഗ്രി മുതൽ 2π ഡിഗ്രി വരെ പോകും. 0 ഡിഗ്രി മുതൽ 2π ഡിഗ്രി വരെ പോകും. അപ്പോ ഫൈയുടെ വേരിയേഷൻ 0 മുതൽ 2π വരെ. ഇസഡ് പഴയ പോലെ മുകളിലേക്കും താഴേക്കും ഇഷ്ടമുള്ള പോലെ സഞ്ചരിക്കാം. അതുകൊണ്ട് -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. നമ്മുടെ വേരിയബിൾസ് ഇങ്ങനെ ചേഞ്ച് ആവും. നമ്മുടെ വേരിയബിൾസ് ഇങ്ങനെ ചേഞ്ച് ആവും. അതായത് നിങ്ങളുടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ ഉണ്ടായിരുന്ന എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും ഇനി മുതൽ ഇങ്ങനെയായിരിക്കും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ ഇതായിരിക്കും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ വേരിയബിൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റോ ഫൈ ഇസഡ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ വേരിയബിൾസ് റോ ഫൈ ഇസഡ്. അവരുടെ ചേഞ്ച് അല്ലെങ്കിൽ അവർ എന്തൊക്കെ വാല്യൂ സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ ദാ ഇവിടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, വേറൊരു റിലേഷനെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് phi is equal to tan inverse phi is equal to tan inverse y by x. ഒരു റിലേഷൻ ആണ്, നമുക്ക് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലാതെ വേണ്ടി വരില്ല. phi is equal to tan inverse y by x and x square plus y square is equal to rho square. ഇത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, വേറൊന്നും അല്ല. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എന്ത് ചെയ്യുക, y by x എടുക്കുക. ഇവിടെ y x തന്നിട്ടുണ്ടല്ലോ, y by x എടുക്കുക. അപ്പോ tan inverse phi is equal to y by x എന്ന് വരും. അപ്പൊ phi is equal to tan inverse y by x എന്ന് എഴുതാം. പിന്നെ x square plus y square എടുത്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റോ സ്ക്വയർ എന്ന് വരും. cos square phi plus sin square phi 1 ആയി മാറും. അങ്ങനെ റോ സ്ക്വയർ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് വേരിയബിൾ ചേഞ്ച് ആകുന്നത്. വേരിയബിൾ ചേഞ്ച് ആകുന്നത് എക്സ് വൈ ഇസഡ് എന്നുള്ള രീതിയിലാണ്. എക്സ് വൈ ഇസഡ് ഇങ്ങനെ ചേഞ്ച് ആകും. ഓക്കെ, അത് പഠിക്കേണ്ട കാര്യമാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലേക്ക് ചേഞ്ച് ആകുമ്പോൾ വരുന്ന മാറ്റം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോ നിങ്ങളുടെ ആർ വെക്ടർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആർ വെക്ടർ എന്ന് പറയുമ്പോൾ പണ്ടാണെങ്കിൽ xi പ്ലസ് yj പ്ലസ് zk ആയിരുന്നു. xi പ്ലസ് yj പ്ലസ് zk മാറി. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആകുമ്പോൾ മാറും. അതായത് ആർ വെക്ടർ എന്ന് പറയുമ്പോൾ എക്സിന് പകരം റോ കോസ് ഫൈ i പ്ലസ് വൈക്ക് പകരം റോ സൈൻ ഫൈ ജെ, ഇസഡിന് മാറ്റമില്ല ഇസഡ് കെ. ഇങ്ങനെ ഇയാൾ മാറും. ആർ വെക്ടർ നിങ്ങൾക്ക് അറിയാം, xi പ്ലസ് yj പ്ലസ് zk ആയിരുന്നു, അത് ഇങ്ങനെ മാറും. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങളുടെ ഡോ ആർ വെക്ടർ ബൈ ഡോ എക്സ്, ഡോ ആർ വെക്ടർ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കാം. അതായത് ആർ വെക്ടറിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുകയാണ് കേട്ടോ. അതായത് xi പ്ലസ് yj പ്ലസ് zk. ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ വെക്ടർ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് x into y പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് y into j പ്ലസ് ഡോ ബൈ ഡോ z ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് z into k. ഡോ ബൈ ഡോ എക്സ് 1 ആണ്, 1 into y പ്ലസ് ഡോ y ബൈ ഡോ എക്സ് 0 ആണ്, 0 into j പ്ലസ് ഡോ z ബൈ ഡോ എക്സ് 0 ആണ്, 0 into k.
that is 1 into I. 1 into I കിട്ടും. അതായത് നിങ്ങളുടെ എന്താണ് എക്സ് കമ്പോണന്റ്, എക്സിന്റെ എക്സ് ആക്സിസിന് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ നിങ്ങൾക്ക് കിട്ടും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ, എക്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നിങ്ങൾക്ക് കിട്ടും. സിമിലർലി നിങ്ങൾ ഡോ ആർ വെക്ടർ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ, ഡോ ആർ വെക്ടർ ബൈ ഡോ വൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജെയും, ഡോ ആർ വെക്ടർ ബൈ ഡോ ഇസഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെയും കിട്ടും. നമ്മൾ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് ഐ ജെ കെ എന്ന് പറയുന്നത്. ചുമ്മാ നമ്മൾ എഴുതിയിരുന്നു. സത്യം പറഞ്ഞാൽ ഐ ജെ കെ എന്ന് പറയുന്നത് നിങ്ങളുടെ ജനറൽ വെക്ടറിന്റെ, ദാറ്റ് ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് റെസ്പെക്റ്റീവ്ലി. ഇവരൊക്കെ ആയിരുന്നു നിങ്ങളുടെ യൂണിറ്റ് വെക്ടർ in the direction of your variables. യൂണിറ്റ് വെക്ടർ in the direction of your variables. കണ്ടല്ലോ. അപ്പൊ അതായിരുന്നു കാര്യം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ പുതിയ വേരിയബിൾസ് എന്ന് പറയുന്നത് റോയും ഫൈയും ഇസഡുമാണ്. പുതിയ വേരിയബിൾസ് എന്ന് പറയുന്നത് റോയും ഫൈയും ഇസഡുമാണ്. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? റോയുടെ ഡയറക്ഷനിലുള്ള, പുതിയ വേരിയബിളായ റോയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കണം. റോയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കണം. അതായത് ഡോ ആർ വെക്ടർ ബൈ ഡോ റോ, ഡോ ആർ വെക്ടർ ബൈ ഡോ റോ. നമ്മൾ എക്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാൻ ഡോ ആർ വെക്ടർ ബൈ ഡോ എക്സ് ചെയ്തു, അങ്ങനെ ആയി കിട്ടി. അതുപോലെ റോയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാൻ ഡോ ആർ വെക്ടർ ബൈ ഡോ റോ ചെയ്യണം. ആ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ഇത് യൂണിറ്റ് വെക്ടർ ആണോ എന്നറിയില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂണിറ്റ് വെക്ടർ ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ റോ എന്ന് എഴുതുന്നത്, ഈ റോ ആ ക്യാപ്പ് കൊടുത്തില്ല, യൂണിറ്റ് വെക്ടറിന്റെ ക്യാപ്പ് ഞാൻ കൊടുത്തിട്ടില്ല, ഈ സഫിക്സ് റോ എന്ന് എഴുതുക. അപ്പൊ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാം. ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് ഡോ ബൈ ഡോ റോ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് റോ കോസ് ഫൈ ഐ പ്ലസ് ഡോ ബൈ ഡോ റോ ഓഫ് സെക്കൻഡ് കമ്പോണന്റ് റോ സൈൻ ഫൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ റോ ഓഫ് ദ പർട്ടിക്കുലർ തേർഡ് കമ്പോണന്റ് ദാറ്റ് ഇസ് ഇസഡ് ഇൻറ്റു കെ. അപ്പൊ ഇവിടെ റോ ഉണ്ട്, റോയുടെ ഡെറിവേറ്റീവ് 1 ആണ്. 1 പിന്നെ എന്താണ്? കോസ് ഫൈ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ കിടക്കും. ഫൈനെ ബാധിക്കുന്നില്ല, റോ വെച്ചല്ലേ ഡെറിവേറ്റീവ് എടുക്കുന്നത്. കഴിഞ്ഞു. പ്ലസ് ഡോ ബൈ ഡോ റോ സൈൻ ഫൈ, അത് റോയുടെ ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കി സൈൻ ഫൈ മാത്രം. കഴിഞ്ഞു. പിന്നെ ഡോ ഇസഡ് ബൈ ഡോ റോ, അത് 0 ആണ്, 0 ഇൻറ്റു കെ. ഞാൻ അത് എഴുതുന്നില്ല, 0 ഇൻറ്റു കെ എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ റോ കിട്ടി. ഈ റോ എനിക്ക് വേണ്ടത് യൂണിറ്റ് വെക്ടർ ആണ്, അപ്പൊ യൂണിറ്റ് വെക്ടർ ആവുമ്പോൾ ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈ റോ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ റോ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഈ റോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഒരു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാൻ ആ വെക്ടർ ഡിവൈഡഡ് ബൈ their നോം ചെയ്താൽ മതി. therefore cos phi I plus sin phi j divided by നോം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഐ കമ്പോണന്റിന്റെ സ്ക്വയർ cos സ്ക്വയർ ഫൈ പ്ലസ് ജെ കമ്പോണന്റിന്റെ സ്ക്വയർ sin സ്ക്വയർ ഫൈ. cos സ്ക്വയർ ഫൈ പ്ലസ് sin സ്ക്വയർ ഫൈ 1 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 1 1 ആണ്, അതായത് cos ഫൈ തന്നെ, അതായത് cos ഫൈ ഐ പ്ലസ് sin ഫൈ ജെ. അതായത് ഈ റോ തന്നെ, ഈ റോയും ഈ ക്യാപ്പ് റോയും ഒന്ന് തന്നെയാണ്. ഈ റോയും ഈ ക്യാപ്പ് റോയും ഒന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റില് റെക്ടാങ്കുലർ കോർഡിനേറ്റിലെ ഐ ഇല്ലേ, ഐക്ക് പകരം വരുന്ന ആളാണ് ഈ കാണുന്ന ആൾ. ഐക്ക് പകരം വരുന്ന ആളാണ് ഈ കാണുന്ന ആൾ. അതായത് ഈ ക്യാപ്പ് റോ ഈസ് ഈക്വൽ ടു കോസ് ഫൈ ഐ പ്ലസ് സൈൻ ഫൈ ജെ. വീണ്ടും പറയുന്നു, നിങ്ങളുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റിലെ ഐക്ക് പകരം സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ വരുന്ന ആളാണ് നിങ്ങളുടെ ഈ ക്യാപ്പ് റോ. അതായത് കോസ് ഫൈ ഐ പ്ലസ് സൈൻ ഫൈ ജെ. നൗ ജെക്ക് പകരം വരുന്ന ആൾ കണ്ടുപിടിക്കട്ടെ. ജെക്ക് പകരം വരുന്ന ആള് അതെന്ന് പറയുന്നത് ഡോ ആർ വെക്ടർ ബൈ രണ്ടാമത്തെ കോർഡിനേറ്റ് ഡോ ഫൈ ആണ്.
അയാളെ യൂണിറ്റ് വെക്ടർ ആണെന്ന് അറിഞ്ഞുകൂടാ, യൂണിറ്റ് വെക്ടർ ആക്കണം. അത് കണ്ടുപിടിച്ചാലേ അറിയാവൂ യൂണിറ്റ് വെക്ടർ ആവുമെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഫൈ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അയാൾ ക്യാപ്പ് എന്ന് കൊടുക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു യൂണിറ്റ് വെക്ടർ ആയിരുന്നു, സന്തോഷം. പക്ഷെ എപ്പോഴും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഡോ ആർ വെക്ടർ ബൈ ഡോ ഫൈ. അപ്പൊ ഞാൻ ഓരോ കമ്പോണന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഡോ ബൈ ഡോ ഫൈ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ദാറ്റ് ഇസ് റോ കോസ് ഫൈ ഐ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് റോ സൈൻ ഫൈ into j plus dou by dou phi of z into k. അപ്പോ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, റോയിനെ ബാധിക്കില്ല. കോസിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ മൈനസ് സൈൻ ഫൈ ആണ്. അപ്പൊ റോ ഇൻറ്റു സൈൻ ഫൈ ഐ പ്ലസ് റോ കോൺസ്റ്റന്റ് പോലെ ആക്ട് ചെയ്യും. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസ് ഫൈ ഇൻറ്റു ജെ പ്ലസ് ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ 0 ആണ്, അത് എഴുതുന്നില്ല, കഴിയും. ഇതാണ് നിങ്ങളുടെ ഇ ഫൈ. അപ്പോ ഈ ക്യാപ്പ് ഫൈ, അതായത് ഫൈന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, അതായത് ഇ ഫൈ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ ഫൈ. ഇ ഫൈ ഡിവൈഡഡ് ബൈ നോം ഓഫ് ഇ ഫൈ. അപ്പോ ഇ ഫൈ ഡിവൈഡഡ് ബൈ ഇയാളുടെ നോം എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് സ്ക്വയർ ദാറ്റ് ഇസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് സെക്കൻഡ് കമ്പോണന്റ് സ്ക്വയർ റോ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ. അപ്പൊ ഇവിടെ എന്താണ്, റോ സ്ക്വയർ രണ്ടിടത്തും കോമൺ ആണ്. റോ സ്ക്വയർ പുറത്തേക്ക് എടുക്കണം. റൂട്ടിന്റെ വെളിയിലേക്ക് വരുമ്പോൾ അയാൾ റോ മാത്രമാവും. ബാക്കി റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ. സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈയുടെ റൂട്ട് 1. സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ 1 ആണ്. 1ന്റെ റൂട്ട് 1 ആണ്. Therefore this will be e phi by rho. e phi by rho. അതായത് പഴയ പോലെ അല്ല, ഈക്വൽ അല്ലായിരുന്നു. ഈ ക്യാപ്പ് എന്ന് പറയുന്നത് ഇ ഫൈ എന്ന് പറയുമ്പോൾ മൈനസ് റോ സൈൻ ഫൈ ഇൻറ്റു ഐ പ്ലസ് റോ കോസ് ഫൈ ഇൻറ്റു ജെ ഹോൾ ഡിവൈഡഡ് ബൈ റോ. അതായത് ഓരോ ടേമിൽ നിന്ന് റോ പോവും. അതായത് മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് റോ കോസ് ഫൈ ജെ. റോ പോയി cos phi j. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റില് റെക്ടാങ്കുലർ കോർഡിനേറ്റിലെ ജെക്ക് പകരം വരുന്ന ആളാണ് നിങ്ങളുടെ ഈ ക്യാപ്പ് ഫൈ. അയാൾ ഇയാളാണ് മൈനസ് സൈൻ ഫൈ ഐ പ്ലസ് കോസ് ഫൈ ജെ. പിന്നെ ഇനി എന്താണ്, ഇസഡ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ വരുന്ന മൂന്നാമത്തെ ആളാണല്ലോ ഇസഡ്. അപ്പൊ ഇസഡിന് പകരം എന്തായാലും പുതിയ ആൾ ആരും വരത്തില്ല, കാരണം ഇസഡ് പഴയ ആള് തന്നെയാണല്ലോ. അപ്പൊ ഡോ ആർ വെക്ടർ ബൈ ഡോ ഇസഡ് നിങ്ങൾ ചുമ്മാ നോക്കിയാൽ മതി. ഡോ ആർ വെക്ടർ ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് റോ കോസ് ഫൈ. ഇങ്ങനെ ചെയ്യണമെന്ന് പോലും നിർബന്ധമില്ല, കാരണം ഇസഡ് മാറുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ് വൈസേ മാറുന്നില്ല. റോ സൈൻ ഫൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു ഇസഡ് കെ. ഇത് 0, ഇത് മാത്രം 1, അപ്പൊ കെ ആവും. ഞാൻ പറഞ്ഞു ഇയാൾ എന്താണ്, ഈ ഇസഡ് ആയിരിക്കും. ഇയാള് യൂണിറ്റ് തന്നെയാണല്ലോ, യൂണിറ്റ് വെക്ടർ തന്നെയാണ്. അപ്പോ ഈ ക്യാപ് ഇസഡ് എന്ന് പറയുന്നത് ഈ ഇസഡ് തന്നെയാണ്. അയാള് കെ മാത്രമാണ്. അയാള് പഴയ കെ എന്താണോ അത് തന്നെയാണ്. അപ്പൊ ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ പുതിയ ഐയും ജെയും കെയും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ പുതിയ ഐയും ജെയും കെയും ഇവരൊക്കെയാണ്. ഓക്കെ, അപ്പൊ മൊത്തം കൺസെപ്റ്റേ മാറും. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ നമ്മൾ നിന്ന ആ ഒരു ബേസ് തന്നെ മാറും. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ ഈ വക ഫോർമുലയാണ് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ വക ഫോർമുലയാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. അതായത് പുതിയ ഐക്ക് പകരം ഈ റോ, ഈ ക്യാപ്പ് റോ എന്താണെന്നതാ, ഇതാണ് ഫോർമുല. പുതിയ ഇ ക്യാപ്പ് ഫൈ മൈനസ് സൈൻ ഫൈ ഐ കോസ് ഫൈ ജെ. അടുത്ത് ഇ ക്യാപ്പ് ഇസഡ്, അത് പഴയ ആള് തന്നെ ഇസഡ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഈ ഒരു പുതിയ റെക്ടാങ്കുലർ കോർഡിനേറ്റിൽ നിന്നുകൊണ്ട് ഗ്രേഡിയന്റെ ഫോർമുല എന്താണ്, ലാപ്ലേസിന്റെ ഫോർമുല എന്താണ്, ഡൈവേർജൻസിന്റെ ഫോർമുല എന്താണ്, കേളിന്റെ ഫോർമുല എന്താണ്. ഇതാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. പക്ഷേ ലക്കിലി ഇതൊക്കെ എന്താണ്, ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കണ്ട, ഫോർമുല മാത്രം പഠിച്ചാൽ മതി. പക്ഷെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെറിവേറ്റ് ചെയ്തുകൂടെ കാണിച്ച് തന്നേ.
ഡെറിവേറ്റ് ചെയ്തുകൂടെ കാണിച്ചു തന്നേനെ, കാരണം അതായിരുന്നു കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്, ഇത് എങ്ങനെ വന്നു എന്ന് അറിയണമല്ലോ. അങ്ങനെ അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുമായിരുന്നു. പക്ഷെ സാരമില്ല, നമുക്കിപ്പോ ഇത് വെച്ച് തൃപ്തിപ്പെടാം, കാരണം പരീക്ഷ എടുത്തല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഇതാണ് കാര്യം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ എന്താണ്, ഞാനിപ്പോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് പഠിപ്പിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് അടുത്തൊരു സ്പെറിക്കൽ കോർഡിനേറ്റ് കൂടെ ഉണ്ട്. അതും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ബാക്കി എന്താണ് ഫോർമുലാസ് കൂടെ പഠിക്കണം. അതുകൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ വരും. ഓക്കെ.